പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സമ്മർ സ്ലാമിന് ശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അതിൽ ഒന്നാമത്തേത് ബെല്ല ട്വിൻസ് എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫേമേഴ്സ് ആയിട്ടുള്ള ടാഗ് ടീമിലെ ടീം അംഗമായ ബ്രീ ബെല്ലയുടെ ഷോൾഡറിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ട്രിപ്പിൾ എച്ച് സമ്മർ സ്ലാമിൻ്റെ ആദ്യ ദിനം കഴിഞ്ഞതിന് ശേഷമുള്ള പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിൽ സ്ഥിരീകരിക്കുകയുണ്ടായി. ഷോൾഡറിന് പറ്റിയിട്ടുള്ള ഇഞ്ചുറി സീരിയസ് ആണോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ നിലവിൽ ലഭിച്ചിട്ടില്ല എന്നാണ് ട്രിപ്പിൾ എച്ച് പങ്കുവെക്കുന്നത്. പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ബ്രീ ബെല്ല അങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ ഒരു പരിക്കുള്ളതുപോലെ ആ ഒരു മത്സര ശേഷമൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്നു. മത്സരത്തിൽ അതിൻ്റെ ഒരു മധ്യഭാഗത്തിന് ശേഷമാണ് ഈ ഒരു പരിക്ക് പറ്റിയിട്ടുള്ളത്. ഈ ബ്രീ ബെല്ല ഇതിന് ശേഷം ഈ ഷോൾഡർ ഇഞ്ചുറി വന്നതിന് ശേഷം ഈ ഇഞ്ചുറിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി, ഇഞ്ചുറി എത്രത്തോളം സീരിയസ് ആണ് എന്നുള്ളത് അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതും ട്രിപ്പിൾ എച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ ട്രിപ്പിൾ എച്ച് പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളൂ. ബെല്ല ട്വിൻസിന് ഇനി ആക്റ്റീവായിട്ട് സ്റ്റോറി ഉണ്ടായിരിക്കും. കാരണം ഈ 6 വുമൺ ടാഗ് ടീം മത്സരത്തിൽ ഇവർ പരാജയപ്പെട്ടതിന് ശേഷം ഇവരുടെ ടീം അംഗമായിരുന്ന പേജിനെ ബെല്ല ട്വിൻസ് ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ബ്രീ ബെല്ലയ്ക്ക് ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ ഈ പ്ലാനുകളെ നല്ല രീതിയിൽ ബാധിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് നിക് ഓൾഡിസ് എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. സ്മാക്ഡൗൺ ജനറൽ മാനേജറായിട്ട് നിക് ഓൾഡിസിനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ റിവ്യൂ വീഡിയോയിൽ തന്നെ വെളിപ്പെടുത്തിയതാണ്. പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിൽ അത് തുടങ്ങുന്നതിന് മുൻപ് ട്രിപ്പിൾ എച്ച് നിക് ഓൾഡിസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു വാർത്ത നിക് ഓൾഡിസിനോട് തന്നെ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ജനറൽ മാനേജർ പൊസിഷൻ വിടുകയാണ് എന്നുള്ളതിൻ്റെ രാജിക്കത്ത് സമർപ്പിക്കുന്ന സമയത്താണ് അത് കയറി കളഞ്ഞുകൊണ്ട് സ്മാക്ഡൗൺ ജനറൽ മാനേജറായിട്ട് നീ തുടരണം എന്നുള്ളത് ട്രിപ്പിൾ എച്ച് നിക് ഓൾഡിസിനോട് പറഞ്ഞത്. നിക് ഓൾഡിസ് അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. നിക് ഓൾഡിസ് ഒരു കോമ്പറ്റീറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം സഫലീകരിച്ചു കഴിഞ്ഞു. പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിൽ ട്രിപ്പിൾ എച്ച് പറഞ്ഞതും അതാണ്. നിക് ഓൾഡിസിൻ്റെ ഒരു സ്വപ്നം അദ്ദേഹം സഫലീകരിച്ചു, WWE റിംഗിൽ ഒരു മത്സരം കളിക്കുക എന്നുള്ളത്. അതിനുശേഷം ഇനി എന്ത് എന്നുള്ളത് ഇനിയുള്ള നാളുകളിലാണ് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ സ്മാക്ഡൗൺ ജനറൽ മാനേജറായിട്ട് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, നെവർ സേ നെവർ എന്നുള്ളതാണ് ട്രിപ്പിൾ എച്ച് പറഞ്ഞിട്ടുള്ളത്. നിക് ഓൾഡിസ് വീണ്ടും റിംഗിലേക്ക് ഇറങ്ങാതിരിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ട്രിപ്പിൾ എച്ച് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ജനറൽ മാനേജറായിട്ട് അദ്ദേഹം റെസ്ലർ അല്ലാത്ത ആ ഒരു റോളിലേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളത് ട്രിപ്പിൾ എച്ച് സ്ഥിരീകരിക്കുന്നു. മൂന്നാമത്തെ അപ്ഡേറ്റ് സാക്ഷാൽ ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചാണ്. എല്ലാവർക്കും ഇപ്പോൾ ഒരു ചോദ്യം ഉള്ളത്, ബ്രോക്ക് ഇനിയും മത്സരിക്കാൻ വേണ്ടി വരുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ബ്രോക്കിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നിലവിൽ പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിൽ ട്രിപ്പിൾ എച്ച് പറഞ്ഞിട്ടുള്ളത് ബ്രോക്ക് ലെസ്നറിൻ്റെ കാര്യങ്ങൾ ബ്രോക്ക് ലെസ്നറിന് തന്നെ തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. കാരണം ഓൾറെഡി റിട്ടയർമെൻറ്റ് റെസ്ൽമേനിയ 42 മത്സര പരാജയത്തിന് ശേഷം ബ്രോക്ക് പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം ബ്രോക്ക് തിരികെ വന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ താല്പര്യമായിരുന്നു. ഒബാഫമിക്കെതിരെ ഒരു പുട്ട് ഓവർ സ്റ്റൈൽ സ്റ്റോറി ചെയ്തതും ബ്രോക്കിൻ്റെ ആവശ്യമനുസരിച്ച് ചെയ്തതായിരുന്നു. ബ്രോക്ക് ഇനിയും മത്സരിക്കാൻ ഇറങ്ങുമോ എന്നുള്ളത് ബ്രോക്കിന് മാത്രമേ തീരുമാനിക്കാൻ സാധിക്കൂ എന്നുള്ളതും ട്രിപ്പിൾ എച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രോക്ക് റിട്ടയർ പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ എച്ച് പറയുമായിരുന്നു ബ്രോക്ക് ഇനി ഒരു കോമ്പറ്റീറ്റർ എന്നുള്ള നിലയിൽ WWE വരില്ല എന്നുള്ളത്. പക്ഷേ അത്തരത്തിലുള്ളൊരു വാക്ക് ബ്രോക്കിനെ സംബന്ധിച്ച് ട്രിപ്പിൾ എച്ച് പറയാത്തത് കൊണ്ടും ബ്രോക്ക് അങ്ങനെയുള്ളൊരു സൂചന ഈ മത്സരത്തിൻ്റെ ശേഷം നൽകാത്തത് കൊണ്ടും ബ്രോക്കിന് ഒരു മത്സരം കൂടി ബാക്കിയുണ്ട് എന്ന് പറയാൻ സാധിക്കും. കൂടാതെ 2 ദിവസം മുൻപ് ഒരു അപ്ഡേറ്റ് ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ബ്രോക്ക് റെസ്ൽമേനിയ 43 മത്സരിച്ചേക്കും. സൗദി അറേബ്യൻ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മുൻപേ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ബ്രോക്കിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് എന്ന രീതിയിലേക്കുള്ള ഒരു സ്റ്റോറിയും മത്സരവും അത് നമുക്ക് ഈ റെസ്ൽമേനിയ 43 2027 സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്ന റെസ്ൽമേനിയ 43 കാണാൻ സാധിക്കുക എന്നുള്ളതും. അപ്പോൾ ഏകദേശം കാര്യങ്ങളുടെ ഒരു പോക്കും അങ്ങനെയാണ്. അപ്പോൾ ബ്രോക്ക് ഇനി റെസ്ൽമേനിയ 43 മുൻപ് മാത്രമേ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നുള്ളതും കേൾക്കുന്നുണ്ട്. ഇതിനിടയിലുള്ള സർവൈവർ സീരീസ്, റോയൽ ട്രംബിൾ, എലിമിനേഷൻ ചേംബർ പോലെയുള്ള പ്രീമിയം ലൈവ് ഇവൻറ്റ്സിലൊന്നും ബ്രോക്ക് പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ബ്രോക്കിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ WWE കരിയറിന് വിരാമം വിട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനെ അറിയുള്ളൂ അദ്ദേഹം വരുമോ വരില്ലയോ എന്നുള്ളത്. നിലവിൽ ഇനിയൊരു ചാൻസ് ഉള്ളത് റെസ്ൽമേനിയ 43 കൂടി ഓർമ്മപ്പെടുത്തുന്നു. നാലാമത്തെയും അവസാനത്തുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ CM പങ്കിനെ സംബന്ധിച്ചാണ്. സമ്മർ സ്ലാം 2026 ആദ്യ ദിനത്തിൽ CM പങ്ക് മുൻ ചാമ്പ്യനായ കോഡി റോഡ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്തതിന് ശേഷം ആരാണ് ഇനി CM പങ്കിന് അടുത്തതായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവർക്കും ഇടയിലുള്ളത്. ഇനി നാളെ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന 2ാമത്തെ ദിനത്തിലെ നമ്പർ 1 കണ്ടർ മത്സരത്തിൽ സാമി സേനോ, ഫിൻ ബാലറോ വിജയിച്ചുകൊണ്ട് CM പങ്കിനെ നേർക്ക് വരും എന്നുണ്ടെങ്കിലും ഇവരിൽ 2 പേരും ഒരു ശക്തരായിട്ടുള്ള എതിരാളിയാണ് എന്ന് നമുക്ക് പറയാൻ
സാധിക്കില്ല. ഫിൻ ബാലർ വിജയിച്ച് വന്നാൽ പോലും ഫിൻ ബാലർ ചാമ്പ്യൻ ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല നിലവിലുള്ളത്. കാരണം CM Punkന് അത്ര വലിയൊരു പുഷാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫിൻ ബാലർ ആണെങ്കിൽ അദ്ദേഹം 2016 ശേഷം വേൾഡ് ചാമ്പ്യൻ എന്നുള്ള നിലയിലേക്ക് അവർ ഒരു സമയത്ത് പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. മത്സരങ്ങൾ കൊടുക്കും എന്നുള്ളതിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള രീതിയിലേക്കുള്ള ഒരു പുഷോ മൊമെൻറ്റുമോ അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ CM Punkനെതിരെ സാമി ജെയിനോ ഫിൻ ബാലറോ വന്നാൽ പോലും CM Punk പുഷ്പം പോലെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഇനി ഒരു ശക്തനായിട്ടുള്ളൊരു എതിരാളി CM Punkനെ നേർക്ക് വരികയാണെങ്കിൽ അത് ആരായിരിക്കും എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം സമ്മർ സ്ലാമിന് ശേഷമുള്ള പോസ്റ്റ് ഷോയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഒബാഫെമിയാണ്. ഒബാഫെമിയെ CM Punk വെല്ലുവിളിക്കുന്നതും ആ വെല്ലുവിളി ഒബാഫെമി ഏറ്റെടുക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ഒബാഫെമിയുടെ പേര് ക്രൗഡ് ഇങ്ങനെ ചാൻറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഒബാഫെമി എങ്കിൽ ഒബാഫെമി, ഞാൻ ആരെയും ഭയക്കില്ല എന്നുള്ളതാണ് CM Punk പറഞ്ഞത്. ഇതേ ഒരു വെല്ലുവിളിക്കുള്ള ഒരു മറുപടി CM Punkന്റെ പേര് ഉദ്ധരിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒബാഫെമി പറയുകയുണ്ടായി. ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് അവകാശപ്പെടുന്ന റിംഗിലും മൈക്കിലും ഒക്കെ ഞാനാണ് മികച്ചവനെന്ന് അറിയപ്പെടുന്നവർ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, പക്ഷേ എന്നെ പരാജയപ്പെടുത്താൻ എളുപ്പമല്ല എന്നുള്ള ഒരു വാചകം കൂടി ഒബാഫെമി കൂട്ടിച്ചേർക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ഒബാഫെമി തയ്യാറാണ് എന്നുള്ളത് ഒബാഫെമി തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒബാഫെമിയോട് CM Punk പറയുന്നത്, നിനക്ക് റിയൽ ആയിട്ടുള്ള ഒരു ചാമ്പ്യനെയാണ് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തന്നെ ചലഞ്ച് ചെയ്തേക്കോ, അല്ല നിനക്ക് വെറുതെ ഒരു കളിപ്പാട്ടത്തിന് പിറകിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് റോമൻ റീൻസിന് പിറകെ പോയിക്കോളൂ എന്നുള്ള ഒരു അപ്ഡേറ്റും കൂടി CM Punk ഈ പോസ്റ്റ് ഷോയിൽ പറയുകയുണ്ടായി. അതായത് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിച്ച് ഒരു വേൾഡ് ടൈറ്റിൽ ഷോട്ട് ഒബാഫെമിക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ആരെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ മത്സരം എന്നാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ സെലക്ട് ചെയ്യൂ എന്നാണ് CM Punk ഒബാഫെമിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടത്. ഇനി ഒബാഫെമി ഒഫീഷ്യലായിട്ടുള്ളൊരു പ്രഖ്യാപനം കൂടി നടത്തിയാൽ മതി. അദ്ദേഹം ഏത് ചാമ്പ്യൻഷിപ്പിനാണ് CM Punkന്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിനാണ് പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയാൽ മാത്രം മതി. അദ്ദേഹത്തിന് ചൂസ് ചെയ്യാം അത് ഏത് ഇവൻറ്റിൽ വെച്ചിട്ട് വേണം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ കാണാൻ സാധിച്ചേക്കും. അപ്പോൾ CM Punk വേഴ്സസ് ഒബാഫെമി എന്നുള്ള നിലയിലേക്കും സ്റ്റോറി ബിൽഡ് ചെയ്യാൻ WWE ഒരു പ്ലാൻ ഇടുന്നുണ്ട് എന്നാണ് നമുക്ക് പോസ്റ്റ് ഷോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.